भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. പാദാരവിന്ദത്തെ കരത്തിലാക്കി മുഖാരവിന്ദത്തോടു ചേർത്തു വച്ചും ആലിന്നിലയിൽ മരുവുന്ന ബാലൻ മുകുന്ദനെ ഞാൻ മനസാ സ്മരിപ്പൂ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവത് കാരുണ്യത്തിൻ്റെ ജീവിതയാത്രയിൽ ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 636 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം 59 അധ്യായത്തിലെ 11 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭഗവാൻ നരകാസുരനെ നിഗ്രഹിച്ചു. തൻ്റെ അതിദിവ്യമായ സുദർശന ചക്രം കൊണ്ട് ആ മുരാസുരനെ നിഗ്രഹിച്ച രംഗം പറഞ്ഞതിനു ശേഷമാണ് ഇന്ന് നമ്മൾ നരകാസുരനെ നിഗ്രഹിക്കുന്ന രംഗം അനുസ്മരിക്കുന്നത്. മുരാസുരനെ കൊന്നതുവരെ അവൻ്റെ 5 തലകളും പഞ്ചശിരസ് ഉള്ള അവൻ്റെ 5 തലകളും ഭഗവാൻ മുറിച്ച് താഴെയിട്ടു. വ്യസുപ്പപാദാംഭസി കൃതശീർഷോ നികൃത ശൃംഗോദ്രിരിവേന്ദ്ര തേജസ തസ്യാത്മജാ സപ്തപിതർവധാതുരാ പ്രതിക്രിയാമർഷജുഷ സമുദ്യത. കൃതശീർഷ മുറിക്കപ്പെട്ട ശിരസ്സുകളോടുകൂടിയ തലമുറിഞ്ഞുപോയ അവൻ വ്യസു ആ പ്രാണനില്ലാതെ ഇന്ദ്രതേജസ നികൃത ശൃംഗ അദ്രി ഇവ ഇന്ദ്രശക്തിയാകുന്ന വജ്രം കൊണ്ട് മുറിക്കപ്പെട്ട കൊടുമിടികളോടുകൂടിയ പർവ്വതം എന്നതുപോലെ അംഭസി ജലത്തിൽ പപാത വീണു. ജലത്തിലാണ് അവൻ കടന്നിരുന്നത്, അവിടെ തന്നെ വീണു. പിതു വധാതുര അച്ഛൻ്റെ വധത്തിൽ ആതുരരായ ദുഃഖിതരായി മാറിയ തസ്യ സപ്ത ആത്മജ ആ മുരാസുരന്റെ 7 പുത്രന്മാർ പ്രതിക്രിയാമർഷജുഷ പ്രതിക്രിയ ചെയ്യാൻ ഭഗവാനോട് തിരിച്ചടിക്കാൻ വേണ്ടി വലിയ ദേഷ്യത്തോടുകൂടി സമുദ്യത ഭഗവാന്റെ നേർക്ക് പാഞ്ഞെടുത്തു എന്നാണ്. മുരന്റെ 5 തലകളും ചക്രം കൊണ്ട് മുറിച്ച ഭഗവാൻ അവന്റെ ആ കബന്ധം വെള്ളത്തിൽ തന്നെ വീണപ്പോ ഇന്ദ്രന്റെ വജ്രായുധത്തിൽ കൊടുമുടികൾ മുറിക്കപ്പെട്ട പർവ്വതം എന്നതുപോലെയായി മാറി അവൻ.
ഏതായാലും അവൻ്റെ 7 പുത്രന്മാര് അച്ഛനെ കൊന്ന ആ കൃഷ്ണനെ ഇല്ലാതെയാക്കണം എന്ന് തീർച്ചപ്പെടുത്തി ദുഃഖവും ക്രോധവും ഒരുമിച്ചുള്ളവർ ദാ ഭഗവാന് നേരെ പാഞ്ഞെടുക്കുന്നു. താമ്രോന്തരീക്ഷ ശ്രവണോ വിഭാവസുർവസുർനഭസ്വാനരുണശ്ച സപ്തമ പീഠം പുരസ്കൃത്യ ചമൂപതിം മൃധേ ഭൗമപ്രയുക്ത നിരഗൻ ധൃതായുധ. ചമൂപതിം പീഠം, ആ സേനയുടെ നായകനായിരിക്കുന്ന പീഠൻ എന്ന ആള്, പുരസ്കൃത്യ അദ്ദേഹത്തെ മുൻനിർത്തി, ധൃതായുധ ധരിച്ച ആയുധങ്ങളോടുകൂടി, മൃധേ യുദ്ധത്തിൽ, ഭൗമപ്രയുക്ത, ഭൗമൻ നരകാസുരൻ, ഭൂമിയിൽ നിന്നുണ്ടായതുകൊണ്ട് ഭൗമൻ, അങ്ങനെയുള്ള നരകാസുരനാൽ പ്രേരിപ്പിക്കപ്പെട്ട് താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വിഭാവസു, വസു, നഭസ്വാൻ, അരുണഃ ഏഴാമത്തേവനായി സപ്തമഃ അരുണഃ അരുണൻ എന്നിവർ നിരകൻ അവരിതാ അവിടുന്ന് പുറത്തേക്ക് വന്നു. സൈന്യാധിപതിയായ പീഠനോടുകൂടി ഈ 7 പേര്, മുരാസുരന്റെ മക്കള് 7 പേര് യുദ്ധത്തിനായിട്ട് വന്നു. പ്രായുക്തതാ സാധ്യശരാനസീൻ ഗതാ ശക്തുഷ്ടിശൂലന്യജിതേരുഷോൽബണ ത്വച്ഛസ്ത്രകൂടം ഭഗവാൻ സ്വമാർഗണൈരമോഘ വീര്യസ്ഥിലശശ്ചകർത്തഃ. രുഷ ഉൽബണ, ദേഷ്യം കൊണ്ട് ഉഗ്രന്മാരായ അവര്, ആ 7 പേരും അസാധ്യ ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിട്ട് അജിതേ, ആ ഭഗവാനിൽ, അജിതനിൽ, ഒരിക്കലും ആർക്കും ജയിക്കാൻ കഴിയാത്ത ശക്തിയുള്ള ഭഗവാനിൽ, ശക്തിഷ്ടിശൂലാനി, ശക്തി, ഋഷ്ടി, ശൂലം, അതേപോലെ ശരാൻ, ശരങ്ങള്, അസീൻ, വാളുകള്, ഗദ, ഗദകൾ, ഇതിനെയൊക്കെ ഭഗവാന് നേരെ പ്രയോഗിച്ചു. ഭഗവാനോ അമോഘവീര്യ, യഥാർത്ഥ വീരനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വമാർഗണൈ, തന്റെ ശരങ്ങളെ കൊണ്ട്, തച്ഛസ്ത്രകൂടം തിലശ ചകർത്ത, അവരുടെ ശസ്ത്രസമൂഹത്തെ എള്ളിൻമണി പോലെ തകർത്തെറിഞ്ഞു. അത്രയും കുരുകുരുന്നനെ മുറിച്ചു കളഞ്ഞു എന്നാണ്. ഖഡ്ഗങ്ങള്, ഗതകള്, ശക്തി, ഋഷ്ടി, ബാണങ്ങള്, ശൂലങ്ങൾ എന്നുവേണ്ട സകല ആയുധങ്ങളും അവർ പ്രയോഗിച്ചു. യദ് ആയുധമാദത്ത തത്സർവം സോച്ഛിനദ്ധരി എന്ന് രുക്മിണി സ്വയംവരത്തിൽ പറയുന്നത് പോലെ ഇവരെന്ത് ആയുധങ്ങൾ പ്രയോഗിച്ചാലും അതിനെ മുഴുവൻ ഭഗവാൻ തകർത്തെറിഞ്ഞു എന്ന് പറയുന്നു. താൻ പീഠമുഖ്യാനനയൽ യമക്ഷയം നികൃത്ത ശീർഷോരു ഭുജാംഘ്രിവർമ്മണ സ്വാനീകപാനച്യുത ചക്രസായകൈസ്തഥാ നിരസ്താൻ നരകോ ധരാസുത. നികൃത്ത ശീർഷോരു ഭുജാംഘ്രിവർമ്മണ, മുറിക്കപ്പെട്ട കഴുത്ത്, കയ്യ്, തുടകൾ, പാദങ്ങൾ, കവചങ്ങൾ, ഇതോടൊക്കെ കൂടിയ പീഠമുഖ്യാൻ, പീഠൻ തുടങ്ങിയവരെ യമക്ഷയം അന്നയൽ, യമപുരിയിലേക്ക് അയച്ചു. അച്യുത ചക്രസായകൈഹി, അച്യുതന്റെ ചക്രം കൊണ്ടും സായകം നിരവധിയായിരിക്കുന്ന ശരങ്ങളെ കൊണ്ടും, അതേപോലെ നിരസ്ഥാൻ, അവിടെയും ആ ഇല്ലാതെയാക്കി, അവരെയൊക്കെ ഭഗവാൻ വേണ്ട പോലെ അടിച്ചൊതുക്കി എന്നാണ്. എങ്ങനെ സ്വാനീകപാൻ ധരാസുത നരക അപശ്യൽ, അപ്പോഴാണ് തൻ്റെ സേനാപതികളെ നരകൻ കണ്ടത്, അല്ലെങ്കിൽ നരകാസുരൻ കണ്ടത്. തൻ്റെ സൈന്യാധിപതികളെ മുഴുവൻ ഭഗവാൻ നിഗ്രഹിച്ചത് ഭൂമിപുത്രനായിരിക്കുന്ന സാക്ഷാൽ ധരാസുത ആ നരകൻ കണ്ടു എന്ന് പറയുന്നു. നിരീക്ഷ്യ ദുർമർഷണ ആസ്രവന്മതേർഗജൈ പയോധിപ്രഭവൈർനിരാക്രമൽ ദൃഷ്ട്വാ സഭാജ്യം ഗരുഡോപരിസ്ഥിതം സൂര്യോപരിഷ്ടാൽ സതടിഘനം യഥാ കൃഷ്ണം സ തസ്മൈ വ്യസൃജച്ഛതഘ്നിം യോധാശ്ച സർവേ യുഗവത്സ വിവ്യധൂ. നിരീക്ഷ്യാ ദുർമർഷണഃ ആസ്രവന്മതൈ, അവിടെ ഇതൊക്കെ ഇവര് മരിച്ചു കിടക്കണ കണ്ടപ്പോ സഹിക്കാതെ ഒഴുകുന്ന മതജലത്തോടു കൂടിയ പയോധിപ്രഭവി, സമുദ്രത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള ഗജൈഹി, ആനകളോടുകൂടി, ഐരാവത തുല്യമായ ആനകളോടുകൂടി അവിടുന്ന് പുറത്തേക്ക് വന്നു. സൂര്യോപരിഷ്ടാൽ, സൂര്യന്റെ ഉപരിഭാഗത്തിൽ, തടിഘനം യഥാ, മിന്നലോടുകൂടി കൂടിയ മേഘം എന്നതുപോലെ, ഗരുഡോപരി സ്ഥിതം,
ഗരുഡന്റെ മുകളിലിരിക്കുന്ന സഭാര്യ, ഭാര്യയോടുകൂടിയിരിക്കുന്ന ഭഗവാന്റെ നേർക്ക് ശതഘ്നിം വ്യസൃതൽ, ശതഘ്നി എന്ന ആയുധത്തെ പ്രയോഗിച്ചു. യോധാച സർവേ യുഗപത് വിവ്യധു. അവിടെ ആ തരത്തിൽ അതേ സമയത്ത് എല്ലാ യോദ്ധാക്കളും ഒരുമിച്ച് ബാണങ്ങളെ കൊണ്ട് ഭഗവാനെ വളഞ്ഞു. ദുർഗങ്ങളുടെ മുകളിൽ കയറിയുന്ന ശ്രീകൃഷ്ണൻ തന്റെ സേനാപതികളെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ലീലയാ നിഗ്രഹിക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ വയ്യാതെയായി നരകാസുരന്. ജനിച്ച സമയത്ത് തന്നെ നരനെ ശിരസ്സോടുകൂടി വിഴുങ്ങിയ അസുരൻ ഐരാവത കുലജാതങ്ങളായ അനേകം മത്തഗജങ്ങളോടുകൂടി അവിടെ നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പൊ നരഭോജി കൂടിയാണ് നരകൻ എന്നാണ്. ഏതായാലും ആ സൂര്യമണ്ഡലത്തിന്റെ മീതെ മിന്നലോടുകൂടിയ കാർമേഘം പോലെ ഗരുഡന്റെ ആ സാമഗാന ചിറകടിയൊച്ചയ്ക്കൊപ്പം ഭഗവാൻ ഗരുഡന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കണത് ഭാര്യയോടുകൂടി സത്യഭാമാസമേതനായിരിക്കുന്ന സത്യസ്വരൂപനെ നരകാസുരൻ നല്ല പോലെ കണ്ടു. ബാണങ്ങൾ കൊണ്ട് കൃഷ്ണനു നേരെ മഴ പെയ്യുകയാണ്, ശരവർഷം പെയ്യിക്കണം. തദ്ഭൗമ സൈന്യം ഭഗവാൻ ഗദാഗ്രജോ വിചിത്രവാജൈ നിശിതൈശിലീമുഖൈ നികൃത്ത ബാഹൂരുശിരോധ്ര വിഗ്രഹം ചകാര തർഹ്യേവ ഹതാശ്വകുഞ്ചരം. ഗദാഗ്രജ, ഗദന്റെ ഏട്ടനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ, തർഹി അപ്പൊ തന്നെ, വിചിത്രവാജൈ പല വർണ്ണങ്ങളുള്ള ചിറകളോടുകൂടിയ, നിശിതൈ മൂർച്ചയുള്ള, ശിലീമുഖൈ ബാണങ്ങൾ കൊണ്ട്, തൽ ഭൗമ സൈന്യം ആ നരകാസുരന്റെ സൈന്യത്തെ, നികൃത്ത ബാഹു ഒരു ശിരോധ്ര വിഗ്രഹം മുറിച്ച ബാഹുക്കളോടും ഊരുക്കളോടും ശിരസ്സുകളോടും ശരീരങ്ങളോടും കൂടിയതാക്കിയിട്ട്, ഹതാശ്വകുഞ്ചരം കൊല്ലപ്പെട്ട കുതിരകൾ ആനകൾ കൂടിയതായിട്ടും അവിടെ ഭഗവാൻ വേണ്ട പോലെ അവിടെ എല്ലാവർക്കും ദർശനം കൊടുത്തു എന്നാണ്. ശ്രീകൃഷ്ണൻ മൂർച്ചയുള്ള തന്റെ ബാണങ്ങൾ കൊണ്ട് നരകാസുരന്റെ സൈന്യത്തിലുള്ള ഭടന്മാരുടെ കയ്യ്, കാല്, ശിരസ്, ദേഹം ഒക്കെ മുറിച്ചു. ആനകളെയും കുതിരകളെയും കൊന്നു. യാനി യോധൈ പ്രയുക്താനി ശസ്ത്രാസ്ത്രാണി കുരുദ്വഹ ഹരിസ്ഥാന്യച്ഛിനതീക്ഷ്ണൈ ശരൈരേകൈകശസ്ത്രിഭി. ഹേ കുരുശ്രേഷ്ഠ, കുരുദ്വഹ അല്ലയോ പരീക്ഷിത്തെ, ഭടന്മാരാൽ യോധൈ യാനി ശസ്ത്രാസ്ത്രാണി പ്രയുക്താനി, യോദ്ധാക്കൾ ഏതൊക്കെ ശസ്ത്രവും അസ്ത്രവുമാണോ പ്രയോഗിക്കുന്നത്, താനി ഏകൈകശ അവയെ ഓരോന്നോരോന്നായിട്ട്, ഹരി ശ്രീകൃഷ്ണൻ, തീക്ഷ്ണൈ ത്രിഭിശരൈ അതിതീക്ഷ്ണമായ 3 ശരങ്ങളെ കൊണ്ട്, അച്ഛിന അതിനെ ഛേദിച്ചു. നരകന്റെ സൈന്യത്തിലെ യോദ്ധാക്കൾ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഏകനായ ഭഗവാനോട് യുദ്ധം ചെയ്യാണ്. ഭഗവാൻ അല്ലെങ്കിലും ഏകനാണ് അല്ലേ? ഭഗവാൻ ഒരാളുടെ സഹായം ആവശ്യമില്ല. ഭഗവാൻ സത്യഭാമയെ തന്റെ മാറോട് ചേർത്ത് പിടിച്ച് അവിടെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ഇതേപോലെ രുക്മിണിയെ ചേർത്ത് പിടിച്ചൊരു യുദ്ധം ഉണ്ടായി. അത് രുക്മിയെ തുടങ്ങിയ ഒരു യുദ്ധത്തിന് വന്നപ്പോഴാണ്. ഇവിടെയും അതെ, ആ ഇങ്ങോട്ടയച്ച അസ്ത്രശസ്ത്രാദികളെ 3 ശരങ്ങളെ കൊണ്ട് തകർത്തെറിഞ്ഞു ഭഗവാൻ, സൈന്യങ്ങളെ ഹനിച്ചു. ഉഹ്യമാന സുവർണേന പക്ഷാഭ്യാം നിഘ്നതാ ഗജാൻ ഗരുന്മതാ ഹന്യമാനാസ്തുണ്ടപക്ഷ നഖേർഗജാ. സുവർണേന ഉഹ്യമാന ഗരുഡനാൽ വഹിക്കപ്പെട്ടവനായി, പക്ഷാഭ്യാം ചിറകുകൾ കൊണ്ട്, ഗജാൻ നിഘ്നത ആ ആനകളെ അടിക്കുന്ന, ഗുരുന്മത ഗരുഡനാൽ, തുണ്ടപക്ഷ നഖൈ കൊക്ക്, ചിറകുകൾ, നഖങ്ങൾ ഇതുകൊണ്ട് ആനകൾ ഹനിക്കപ്പെട്ടു. ആ ഗരുഡൻ തന്റെ കൊക്കുകൊണ്ടും ചിറകുകൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ആനകളെ ആക്രമിക്കണു, ആനകളെ കൊല്ലുന്നു. നരകാസുര സൈന്യത്തെ അതിവേഗം ഹനിക്കാൻ ഗരുഡന്റെ വേഗവും ശ്രീകൃഷ്ണനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ്. ഗരുഡനായി നിൽക്കുന്നതും ഭഗവാൻ തന്നെ അല്ലേ? വേഗമേറിയ ഗരുഡൻ ശ്രീകൃഷ്ണനെ എടുത്ത് സൈന്യമധ്യത്തിൽ കൂടി ഇങ്ങനെ പറക്കും. ആ ശക്തി വിശേഷത്തിൽ, ആ കാറ്റിൽ ആ സൈന്യങ്ങൾ നശിക്കുകയോ ഓടിപ്പോവുകയൊക്കെ ചെയ്തു. യുദ്ധകളത്തിൽ നിൽക്കുന്ന ആനകളുണ്ട്. ആനകളെ ചിറകുകൊണ്ട് അടിക്കുക,
കൊക്കുകൊണ്ടും നഖങ്ങൾ കൊണ്ടും ഗരുഡൻ മാന്തുക ഒക്കെ ചെയ്തു. അവരുടെ ദേഹത്തൊക്കെ ചോര പൊട്ടിയൊലിക്കാൻ തുടങ്ങി. പുരമേവാവിശന്നാർത്ത നരകോ യുദ്ധ്യയുദ്ധ്യത ദൃഷ്ട്വാ വിദ്രാവിതം സൈന്യം ഗരുഡേനാർദ്ദിതം സ്വകം. ആർത്ത പുരം ഏവ, ദുഃഖമുള്ളവരായിട്ട് പുരത്തെ തന്നെ അവര് അവിടേക്ക് തന്നെ തിരിച്ചോടിപ്പോയി. ഗരുഡേന അർദ്ദിതം, ഗരുഡനാൽ പീഡിക്കപ്പെട്ടതായി കണ്ടിട്ട് യുദ്ധത്തിൽ നരകാസുരൻ അയുധ്യത, നരകാസുരൻ യുദ്ധത്തിനായിട്ട് വന്നു. തന്റെ സൈന്യത്തെ മുഴുവൻ ഗരുഡനും ഗരുഡവാഹനനായിരിക്കുന്ന ഭഗവാനും നശിപ്പിക്കണ കണ്ടപ്പോ നരകാസുരൻ യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഏകനായി അവിടുന്ന് യുദ്ധത്തിനായിട്ട് വരുന്നു. തം ഭൗമ പ്രാഹരക്ഷക്തിയാ വജ്രപ്രതിഹതോയത നാകമ്പതതയാ വിദ്ധോ മാലാഹതൈവ ദ്വിപ. യഥാ വജ്രഹ പ്രതിഹത, ഏതിലാണോ വജ്രം അടിക്കപ്പെട്ടത്, ശക്തിയ, ആ ശക്തിയാൽ, ഭൗമഹ നരകാസുരൻ, തം പ്രാഹരൽ അതിനെ പ്രഹരിച്ചു, തയാ വിദ്ധ അതുകൊണ്ട് മുറിക്കപ്പെട്ട അത്, മാലാഹത ദ്വിപൈവ മാലയാൽ അടിക്കപ്പെട്ട ആന എന്നതുപോലെ ഇളകിയില്ല എന്നാണ്. നരകാസുരൻ ഗരുഡൻ ഇങ്ങനെ ഓരോ തരത്തിൽ തന്റെ സൈന്യത്തെ തകർക്കുമ്പോ ആ ഗരുഡനെ തന്റെ വജ്രം കൊണ്ട്, ശക്തി എന്ന ആയുധം കൊണ്ട് ഹനിച്ചു. ഇന്ദ്രന്റെ വജ്രായുധത്തെ കൂടി പ്രതിഹനിച്ചതാണ്. അത്രയും ഗംഭീരാണ് ഈ ആയുധം, ശക്തി. അത്രയ്ക്ക് ബലമുള്ള ശക്തി ഗരുഡന്റെ ശരീരത്തിൽ വീണപ്പോഴോ ആനയെ പൂമാല കൊണ്ടടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആനയ്ക്ക് എന്തുണ്ടാവും? ഒരനക്കം ഉണ്ടാവില്ല. ഇതേപോലെ ഒരു കൂസലുമില്ലാതെ ഗരുഡൻ അചഞ്ചലനായി ഇളകാതെ നിൽക്കുന്നു. ശൂലം ഭൗമോച്യുതം ഹന്തുമാദതേ വിതഥോദ്യമ തദ്വിസർഗാൽ പൂർവമേവ നരകസ്യ ശിരോഹരി അപാഹരൽ ഗജസ്ഥസ്യ ചക്രേണ ക്ഷുരനേമിന ഭൗമഃ. നരകൻ, ആ നരകാസുരൻ, ഭൗമാസുരൻ അച്യുതം ഹന്തും, ശ്രീകൃഷ്ണനെ കൊല്ലാനായിട്ട്. അച്യുതനെ ആർക്കെങ്കിലും കൊല്ലാൻ സാധിക്കുമോ? ഇല്ല. കാരണം ച്യുതിയില്ലാത്തവനാണ് അച്യുതൻ. ആ അച്യുതനെ കൊല്ലാനായി ശൂലം ആദതേ, ശൂലം എടുത്തു. വിതഥോദ്യമ, ആ ഉദ്യമം നിഷ്ഫലമായി എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ തദ്വിസർഗാൻ, അതിനെ വിടുന്നതിനേക്കാൾ മുമ്പേ തന്നെ ഹരി, ശൂലം എടുക്കേണ്ടായുള്ളൂ, അതിനെ ഭഗവാൻ നേരെ പ്രയോഗിക്കുന്നതിന് മുമ്പേ സാക്ഷാൽ ഹരി, പാപങ്ങളെ ഹരിക്കുന്ന ഹരിർ ഹരതി പാപാനി, ആ ശ്രീകൃഷ്ണൻ ക്ഷുരനേമിന ചക്രേണ, മൂർച്ചയുള്ള ആ തൻ്റെ മൂർച്ചയുള്ള ധാരയോടുകൂടിയ ചക്രം കൊണ്ട്, ചക്രേണ ഗജസ്ഥസ്യ നരകസ്യ, ആനയുടെ മുകളിലിരിക്കുന്ന നരകന്റെ ശിരഹ അപാഹരൽ, ആ ശിരസ് മുറിച്ചു. ആനപ്പുറത്ത് തനിക്ക് നേരെ യുദ്ധത്തിനായി ശൂലമെടുത്തുകൊണ്ടുവരുന്ന ആ നരകാസുരനെ നാരായണനായിരിക്കുന്ന ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്റെ ചക്രം കൊണ്ട് ആ നരകാസുരന്റെ ശിരസ് മുറിച്ച് താഴെയിട്ടു എന്നാണ്. സകുണ്ടലം ചാരുകിരീടഭൂഷണം ബഭൗ പൃഥിവ്യാം പതിതം സമുജ്വലൽ ഹാഹേതി സാധ്വീത്യുഷയസുരേശ്വര മാല്യേർമുകുന്ദം വികിരന്ത ഈടിരേ. സകുണ്ടലം, കുണ്ടലങ്ങളോടുകൂടിയ, ചാരു കിരീടഭൂഷണം, മനോഹരമാകുന്ന കിരീടമാകുന്ന അലങ്കാരത്തോടുകൂടിയ ആ നരകാസുരൻ, പൃഥിവ്യാം പതിതം, അങ്ങനെയുള്ള നരകാസുരന്റെ ഭൂമിയിലേക്ക് പതിച്ച ശിരസ്, സമുജ്വലൽ ബഭവും, ഏറ്റവും ശോഭിച്ചുകൊണ്ട് ഇരുന്നു എന്നാണ്. സുരേശ്വര, ദേവശ്രേഷ്ഠന്മാരും ഋഷികളും ഹാ ഹാ ഇതി, കഷ്ടം കഷ്ടം, സാധു ഇതി, നല്ലതായി നല്ലതായി, നരകാസുരനെ കൊന്നില്ലേ നാരായണ എന്നുള്ള രീതിയിൽ മാല്യൈ മുകുന്ദം വികിരന്ത ഈടിരേ. ആ ശിരസ് താഴെ വീണപ്പോ അവര് പല രീതിയിൽ സാധുശബ്ദം, ഹാഹാകാരൊക്കെ മുഴക്കിക്കൊണ്ട് പുഷ്പവർഷം ചെയ്ത് ശ്രീകൃഷ്ണനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. തതശ്ച
ഭൂകൃഷ്ണമുപേത്യ കുണ്ടലേ പ്രതപ്ത ജാംബൂനദരത്നഭാസ്വരേ സ വൈജയന്ത്യാ വനമാലയാർപ്പയൽ പ്രാചേതസം ഛത്രമധോ മഹാമണിം തഥാച. അതിനുശേഷം ഭൂമി കൃഷ്ണം ഉപേത്യ, കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് പ്രതപ്ത ജാംബൂനദരത്നഭാസ്വരേ, പ്രകാശിക്കുന്ന സ്വർണം കൊണ്ട് സ്വർണത്തിൽ പതിച്ച രത്നങ്ങൾ പ്രകാശിക്കുന്ന കുണ്ടലേ, കുണ്ടലങ്ങളെയും സ വൈജയന്ത്യ, വൈജയന്തിയോടുകൂടിയും വനമാലയോടും കൂടിയും പ്രാചേതസം വരുണെ സംബന്ധിച്ച ഛത്രത്തെയും ആ കുടയെയും അധോ പിന്നെ മഹാമണിം അർപ്പയത്, ആ മഹാരത്നത്തെയും മഹാമണിയും അവിടെ ശ്രീകൃഷ്ണന്റെ കാൽക്കൽ സമർപ്പിച്ചു എന്നാണ്. നരകാസുരന്റെ മാതാവായ ഭൂമി സ്വർണം പതിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വർണത്തിൽ പതിച്ചിട്ടുള്ള രത്നങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന കുണ്ടലം, പഞ്ചവർണ്ണമുള്ള പൂക്കൾ കൊണ്ട് കെട്ടിയ വനമാല, വരുണന്റെ ഛത്രം, മഹാമേരുവിന്റെ ശിഖരമായ മന്ദരം എന്ന മഹാമണിയെയും ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. ഇതൊക്കെ അപഹരിച്ചത് കൊണ്ടാണ് ദേവേന്ദ്രന്റെ വാക്കുകേട്ട് ദേവദേവനായ ഭഗവാൻ നരകാസുരനെ നിഗ്രഹിക്കാൻ തീർച്ചപ്പെടുത്തിയത്. അതൊക്കെ പലയിടത്തുനിന്നുമായി അപഹരിച്ച വസ്തുക്കളെയൊക്കെ ആനന്ദസ്വരൂപനായ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. അസ്തൗഷീതഥ വിശ്വേശം ദേവീ ദേവവരാർച്ചിതം പ്രാഞ്ജലി പ്രണതാരാജൻ ഭക്തിപ്രവണയാധിയാ. അതിനുശേഷം പരീക്ഷത്തെ ദേവി, ആ ഭൂമിദേവി ഉണ്ടല്ലോ, ദേവവരാർച്ചിതം, ദേവശ്രേഷ്ഠന്മാരാൽ പൂജിക്കപ്പെടുന്ന വിശ്വേശം പ്രണത, വിശ്വേശ്വരനായ ഭഗവാനെ പ്രണമിച്ചിട്ട് പ്രാഞ്ജലി, അഞ്ജലി ചെയ്ത കൈകൂപ്പി ഭക്തിപ്രവണയ, ഭക്തി കൊണ്ട് നമ്രയായിരിക്കുന്ന ധിയ, ബുദ്ധിയോടുകൂടി അസ്തൗഷിയിൽ ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. ബ്രഹ്മാദിദേവന്മാർ പോലും പൂജിക്കുന്ന ആ വിശ്വനാഥനായിരിക്കുന്ന ഭഗവാനെ അഞ്ജലീബന്ധം ചെയ്തുകൊണ്ട് കൈകൾ കൂപ്പി ഭൂമിദേവി അതിഗംഭീരമായിട്ട് സ്തുതിച്ചു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ സ്തുതിയാണ് നമുക്ക് ഇനി അനുസ്മരിക്കാനുള്ളത്. അത് നാളെ അനുസ്മരിക്കാം. ഇപ്പോ ഭഗവത് പാദങ്ങളിൽ, ആ നരകാസുരനെ നിഗ്രഹിച്ച നാരായണന്റെ പാദങ്ങളിൽ നമുക്കും നാമസങ്കീർത്തനത്തോടുകൂടി സമർപ്പിക്കാം. സർവത്ര നാരായണ നാമസങ്കീർത്തനം, നാരായണ നാരായണ നരകാന്തക. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.